ഏവർക്കും എൻ്റെ ബ്ലൂ കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണ വിഷയം വന്നിട്ട് പവർ അല്ല റെസ്പോൺസിബിലിറ്റിയാണ് ലീഡർഷിപ്പ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. അതിനെക്കുറിച്ച് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. നമ്മൾക്ക് എങ്ങനെ ഒരു നേതാക്കളാണ് ഉള്ളത്? മറ്റെന്താണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത്? ഇന്നത്തെ ഡെമോക്രസി ലീഡേഴ്സ് തിരഞ്ഞെടുക്കുന്നത് വോട്ട്സ് കൊണ്ടും പോപ്പുലാരിറ്റി കൊണ്ടും ഇൻഫ്ലുവൻസും കൊണ്ടുമാണ്. പക്ഷേ അത് മതിയാണോ ഒരു രാജ്യത്തെ നയിക്കാൻ? A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീ പ്രഭുപാദ് പറഞ്ഞത് ലീഡർഷിപ്പ് എന്നത് പവർ അല്ല, റെസ്പോൺസിബിലിറ്റിയാണ്. ഇന്ന് നമുക്ക് ചുറ്റും എന്താണ് നടക്കുന്നത്? ചില നേതാക്കൾ റേപ്പ് കേസ്, കറപ്ഷൻ, പവർ മിസ്യൂസ്. ഇത് മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികൾ ഡ്രഗ്സ് അഡിക്ഷൻ, ആൽക്കഹോൾ അഡിക്ഷൻ, റോങ് ഇൻഫ്ലുവൻസ്. നമ്മുടെ സ്ത്രീകൾക്ക് സേഫ്റ്റി ഇല്ല, ഫിയർ കൊണ്ട് ജീവിക്കുന്നു. ഇതാണോ നമ്മുടെ പ്രോഗ്രസ്? എന്തുകൊണ്ട് ഇതൊക്കെ നടക്കുന്നു? കാരണം വാല്യൂ ഇല്ല, സെൽഫ് കൺട്രോൾ ഇല്ല, സ്പിരിച്വൽ ഫൗണ്ടേഷൻ ഇല്ല. സൊസൈറ്റിക്ക് വേണ്ടത് എന്ത്? ഫസ്റ്റ് വൺ, ക്യാരക്ടർ ഉള്ള ലീഡർ. സെക്കൻഡ്, സ്പിരിച്വൽ നോളേജ്. തേർഡ്, സർവീസ് മെൻറ്റാലിറ്റി. ഫോർത്ത്, സെൽഫ് ഡിസിപ്ലിൻ, റെസ്പെക്ട് ഫോർ വുമൻ. ഇങ്ങനെ 5 കാര്യങ്ങൾ പ്രാധാന്യമാണ് ഒരു പ്രോബ്ലം. ലീഡർ മാത്രമല്ല, സൊസൈറ്റി തന്നെ വീക്കാണ്. പീപ്പിൾ കറപ്ഷൻ അക്സെപ്റ്റ് ചെയ്താൽ ലീഡേഴ്സ് കറപ്റ്റ് ആവും. പീപ്പിൾ സൈലന്റ് ആയാൽ റോങ് ശക്തമാകും. ഭഗവത്ഗീതയിൽ പറയുന്നു, യഥാചരതി ശ്രേഷ്ഠസ് തഥാ ദേവേന്ദ്ര ജനാഹ സ യത് പ്രമാണം കുരുതി യോഗസ്തനുവർത്തത്തെ. ഒരു നേതാവ് തെറ്റായാൽ സൊസൈറ്റി തെറ്റിലേക്ക് പോകും. അതുകൊണ്ട് ലീഡേഴ്സ് മാറണം എന്നതിനു മുമ്പ് നമ്മൾ തന്നെ ചേഞ്ച് ആകണം. ഡ്രഗ്സ് ഇല്ലാത്ത യൂത്ത്, ഫിയർ ഇല്ലാത്ത വുമൺ, കറപ്ഷൻ ഇല്ലാത്ത ലീഡർ. അതാണ് റിയൽ സൊസൈറ്റി. നന്ദി. ഹരേ കൃഷ്ണ.